ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആ, മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം, അല്ലെങ്കിൽ യഹോവ എന്നാണ് നമ്മൾ ആദ്യം കേട്ടത്. കാരണം ഇതിന് വളരെ സാധാരണക്കാരുടെ ഇടയ്ക്ക്, സാധാരണക്കാരനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പാടത്ത് പണിക്കുകയോ അല്ലെങ്കിൽ റബ്ബർ വെട്ടാൻ പോവുകയോ ജോലിക്ക് പോവുകയോ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകള് ഞായറാഴ്ച പള്ളിയിൽ പോവുക, സാധാരണ ഒരു സീറോ മലബാർ വിശ്വാസിയെ സംബന്ധിച്ച് അവന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇടർച്ച ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുകയുണ്ടായി. നമ്മുടെ സീറോ മലബാർ വീടുകളിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് പന്തക്കുസൽ ബ്രദറൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ സമൂഹം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സമൂഹത്തിനെതിരായിട്ടാണ് നമ്മൾ യഹോവ എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ, തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആശയങ്ങൾ എടുത്തിട്ടുള്ളത്. തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആശയങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ സഭയുടെ ഡോക്യുമെന്റിനെ നിങ്ങൾ വളച്ചൊടിച്ചിട്ടാണ് ഈ പറഞ്ഞ ഉപദേശങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ ആ രേഖകളെ നിങ്ങൾ വായിച്ചാൽ, അത് ഞാൻ വായിച്ചതിന് ശേഷം ഈ കാര്യത്തിന് ജസിംബ്രോ ഇപ്പം പറഞ്ഞിരിക്കുന്ന കുറെ രേഖകളുണ്ട്, ആ രേഖകൾ ഞാൻ വായിച്ചേച്ച് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറയും. ഞാൻ ഈ പറഞ്ഞ സാധാരണക്കാരൻ പാവപ്പെട്ട മനുഷ്യനാണ്. അത് ഞാൻ വായിച്ചതിന് ശേഷം ഈ കാര്യത്തിന് ജസിംബ്രോ ഇപ്പം പറഞ്ഞിരിക്കുന്ന കുറെ രേഖകളുണ്ട്, ആ രേഖകൾ ഞാൻ വായിച്ചേച്ച് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറയും. ഞാൻ ഈ പറഞ്ഞ സാധാരണക്കാരൻ പാവപ്പെട്ട മനുഷ്യനാണ്. ഈ സഭ പറഞ്ഞു കൊടുക്കുന്ന സാധാരണ ഒരു പാവ മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഒരു 5 വയസ്സുള്ള കുട്ടിക്ക്, 6 വയസ്സുള്ള കുട്ടിക്ക്, 10 വയസ്സുള്ള കൊച്ചിന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പാലായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ആ കാര്യം കൊടുത്തിട്ടാണല്ലോ അവരെ സഭ വളർത്തുന്നത്. അപ്പൊ അവർക്കാണ് ഈ പറഞ്ഞ അപ്പൊ ഇതിന്റെ അകത്തെ രേഖകൾ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ വ്യാജമായിട്ട് ഇത് തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഈ കാര്യം പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകാനേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള രേഖ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന കൗൺസിൽ രേഖകളെ ഉദ്ധരിക്കുന്ന ജി ജി ശൈലി എന്ന് പറയും. ജിജിയുടെ ശൈലി എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജിജിയിലെ മെമ്പർ അല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാൻ വളരെ സാധാരണക്കാരനായിട്ട് ഒരു കത്തോലിക്കൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് റൂമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വളരെ കൃത്യം ഈ രേഖ ഇന്ന രീതി വളച്ചൊടിച്ചു എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞോളാം. അതപ്പം നമുക്ക് നോക്കാം. ജസിംബ്രോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാജൻ ബ്രദർ പറയുന്ന, ഞാനിപ്പോ ഈ പ്രസന്റ് ഡിബേറ്റ് സമയത്ത് സാജന്റെ കയ്യിൽ ഇപ്പൊ ഒരു രേഖയും ഇല്ല, ഞാൻ ഏതെങ്കിലും വളച്ചൊടിച്ചതായിട്ട്. ഇനി ഡിബേറ്റ് കഴിഞ്ഞിട്ട് സാജന്റെ രേഖ കിട്ടിയിട്ട് വേണം. അപ്പൊ ഡിബേറ്റ് ഉള്ള നിമിഷത്തോളം അത്തരം ഒരു ഡോക്യുമെന്റ് അതിന് സാജന്റെ കയ്യിലില്ല, അതല്ലേ? എന്നാലും ഞാൻ മനസ്സിലായില്ല. സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാട്ടോ, സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാണ്. സാജനാണ് ചോദ്യം ചോദിച്ചത്. അപ്പൊ ഡിബേറ്റ് വളച്ചൊടിച്ചു എന്നത് സാജന്റെ കയ്യിൽ ഡോക്യുമെന്റ് ഇല്ല. കൃത്യമായിട്ട് ഞാൻ ഡോക്യുമെന്റുകളുടെ നമ്പർ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം, നല്ലതാണ്. അത് ആ ഡോക്യുമെന്റ് വെച്ചിട്ട് തന്നെ നമുക്കത് റെഫ്യൂസ് ചെയ്യാവുന്നതാണ്. അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ വളരെ കൃത്യമായിട്ട് യഹോവ എന്ന പേര് വെളിപ്പെട്ടില്ല എന്ന് സഭയുടെ ആരാധന ക്രമത്തിൽ ഉപയോഗിക്കുന്ന ബൈബിളിന്റെ അകത്തുനിന്ന് ഞാൻ എടുത്ത് കാണിച്ചപ്പം അതിനെക്കുറിച്ച് ജസിംബ്രോയ്ക്ക് മിണ്ടാനില്ല. അതേപോലെ തന്നെ അംബ്രോസ് ഓഫ് മിലോൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അദ്ദേഹത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യം പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ അംബ്രോസ് ഓഫ് മിലാൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവിനെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പൊ അന്നേരം സംബ്രോസ് ഓഫ് മിലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ രേഖ അതേപടി തന്നെ കറക്റ്റ് ആകുമോ? ഈ രേഖ പരിശോധിച്ചതിന് ശേഷം നമുക്ക് അതിന് മറുപടി പറയാം. അപ്പോ ഇവിടെ യേശുക്രിസ്തു ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല യഹോവ എന്ന് പറഞ്ഞ പേര്. യേശുക്രിസ്തു ഒരു പ്രാവശ്യം പോലും YHWH എന്ന് പറഞ്ഞ പേര് ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഞാനാ വന്നതെന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഈ വാദം കൊണ്ടുവന്ന് വെച്ചിട്ട് അംബ്രോസ് ഓഫ് മിലാൻ എന്ന് പറയുന്ന വായിക്കൊള്ളാത്തൊരു പേരും കൂടെ കൊണ്ടുവന്ന് അത് അങ്ങനെയാണ് എന്ന് സ്ഥാപിച്ചു വെച്ചാൽ അത് ശരിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പാവപ്പെട്ട സാധാരണക്കാരെ വീണ്ടും വഴി തെറ്റിക്കാനായിട്ട് ഉപകരിക്കത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യഹോവയുടെ പേരിലോട്ട് ഈ സാധനം കൂടെ കയറ്റി വെച്ച് വീണ്ടും ദൈവമാണോ അതോ വ്യത്യസ്തമായ ദൈവമാണോ? എനിക്ക് കത്തോലിക്ക സഭ അതിനകത്ത് എന്ത് പറയുന്നു അതാണ് എന്റെ വിശ്വാസം, അല്ലാതെ എനിക്ക് പ്രത്യേകതരമായ വിശ്വാസമില്ല. അതാണ് സാജ മനസ്സിലാക്കിയത്. കത്തോലിക്ക സഭ എന്താ പറയുന്നതെന്ന് എന്റെ ചോദ്യം. സാജ മനസ്സിലാക്കിയത് എന്താ? ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെ അതിന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അതിന് കത്തോലിക്ക സഭ എന്താണ് പറയുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത്, അല്ല അതിന്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ അത് പറയാനില്ല. എന്താണെന്നാണ് കത്തോലിക്ക സഭ എന്താ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ സാജൻ പറഞ്ഞല്ലോ, ഒരു വ്യാജ ദൈവം അവിടെ ഇടയ്ക്ക് വന്ന് കർത്തൃത്വം നടത്തിയെന്ന് സാജൻ പറഞ്ഞു. പഴയ നിയമത്തിൽ വേറൊരു വ്യാജ ദൈവത്തിന് കർത്തൃത്വം ഉണ്ടെന്ന് പറഞ്ഞു.
ആ വ്യാജദൈവമാണോ മോശയ്ക്ക് 10 കൽപ്പന നൽകിയത്, അതോ യഥാർത്ഥ ദൈവം തന്നെയാണ്? ലളിതമായിട്ട് അതാണ് എന്റെ ചോദ്യം. അതിന്റെ അകത്ത് സഭ പറയുന്ന കാര്യം എന്താണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്താണ് സഭ വേറെ കൂടുതൽ പഠിപ്പിക്കുന്നത്? കാര്യങ്ങൾ പറയാനിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് സഭ സഭ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത്? എന്താണെന്ന് ജസിംബ്രോയ്ക്ക് അറിയാം. വ്യാജദൈവമാണോ യഥാർത്ഥ ജസിംബ്രോ ദൈവമാണോ? പറഞ്ഞാൽ മതി. എന്റെ ചോദ്യം, വ്യാജദൈവമാണോ മോശയ്ക്ക് 10 കൽപ്പന നൽകിയേ, അത് യഥാർത്ഥ ഈ കൽപ്പന കൊടുത്തത് അത് 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 കത്തോലിക്ക സഭ, ആ കർത്താവിന് കത്തോലിക്ക സഭയായിട്ട് എന്താണ് ബന്ധം? അത് എനിക്കറിയത്തില്ല. ഞാനത് പിന്നെ കത്തോലിക്ക സഭയുടെ ഡോക്യുമെന്റിൽ പോയി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഞാനത് പിന്നെ കത്തോലിക്ക സഭയുടെ ഡോക്യുമെന്റിൽ പോയി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ കത്തോലിക്കനായ സാജന് അത് അറിയില്ല എന്നല്ല പറയണ്ട. ഡോക്യുമെന്റ് പരിശോധിക്കുക, എങ്ങനെയായിക്കോട്ടെ പരിശോധിക്കുക. കത്തോലിക്കൻ അറിഞ്ഞൂടാ മോശയ്ക്ക് 10 കൽപ്പന നൽകിയത് യഥാർത്ഥ ദൈവം തന്നെയാണോ അതോ വ്യാജ ദൈവമാണോ. പക്ഷെ വ്യാജ ദൈവം ഉണ്ടെന്ന് സാധനം അറിയാം. പക്ഷെ ഈ 10 കൽപ്പന നൽകിയത് യഥാർത്ഥ ദൈവമാണോ അത് വ്യാജ ദൈവമാണോ സാധനം അറിയില്ല. ശരിയല്ലേ? ഇസ്രായേലിന്റെ കർത്താവാണ് ഇസ്രായേൽക്കാർക്ക് കൽപ്പന കൊടുത്തത്, നിയമം കൊടുത്തത്. ആ നിയമം കൊടുത്തത് ഇസ്രായേൽക്കാർക്കാണ്, സാധാരണ ജനങ്ങൾക്കല്ല, സാധാരണ ആൾക്കാർക്കല്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ കാര്യമാണ്. അതേ കർത്താവ് തന്നെയാണ് കത്തോലിക്കന്റെ കർത്താവ് എന്ന് കത്തോലിക്ക സഭയുടെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരെ അറിയില്ല, പക്ഷെ ഇസ്രായേൽക്കാരെ 10 കൽപ്പന. എങ്കിൽ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ വേദോപദേശം ഞാൻ അതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങി കിടക്കുക. കാരണം യേശുക്രിസ്തു ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത നാമം, ശിഷ്യന്മാർ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത നാമം, ഇങ്ങനെ ഈ ഒരിക്കലും സഭാപിതാക്കന്മാരൊന്നും വിളിച്ച് പ്രാർത്ഥിക്കണം, വിളിച്ച് അപേക്ഷിക്കണം എന്ന് പറയാത്ത ഒരു നാമം. ആ നാമത്തെ കുറിച്ച് നിങ്ങൾ പറയുവാണ് ഇത് ഇങ്ങനാണ്, കത്തോലിക്കർ ദൈവം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഈ ഈ നാമത്തെ വിളിച്ച് അപേക്ഷിക്കണം എന്നുള്ള നിലയ്ക്ക് പോലും നിങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് കെട്ടിവെക്കുന്നത്. അറിയാച്ചിന്റെ ബൈബിൾ അഹിയാഹിനെ കുറിച്ച് അഥവാ യാഹിനെ കുറിച്ച്, അത് നമ്മുടെ ദൈവത്തിന്റെ പേരാണെന്ന് സഭയുടെ വേദോപദേശത്തിലും സഭ നൽകിയ ഡയറക്റ്റീവിലും എല്ലാം കൃത്യമായിട്ട് പറയുന്നു. മാർപ്പാപ്പയും പറയുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമാണ്. അപ്പൊ പെന്തക്കോസിലേക്ക് ആളെ കൊണ്ടുപോകുന്ന പരിപാടിയാണ് ആ ദൈവത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് പരിപാടി ചെയ്യുന്നവരാണ് ആളെ കൊണ്ടുപോകുന്ന പരിപാടി. ഇനി ആ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നോ എന്നാണ് ചോദ്യം. ഉദാഹരണമായിട്ട് അപ്പസ്തോല പ്രവൃത്തി 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവിടെ കാണാൻ പറ്റും. പ്രശിലെയും അക്കീലയും കൂട്ടിക്കൊണ്ട് കെങ്കാരായിൽ വെച്ച് തല മൊട്ടയടിച്ചുകൊണ്ട് പഴയ നിയമ ദൈവത്തിന്റെ സന്നിധിയിലെയും തല മൊട്ടയടിച്ച് പൗലോസ് അപ്പസ്തോലൻ പ്രാർത്ഥിച്ചതായിട്ട്, നേർച്ച നിറവേറ്റിയതായിട്ടും അപ്പസ്തോല പ്രവൃത്തി 18-ാം അധ്യായം 18-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തിയിൽ വീണ്ടും കാണാവുന്നതാണ്, സിനഗോഗുകളിൽ പോയിട്ട് തുടർച്ചയായിട്ട് പൗലോസ് അപ്പസ്തോലൻ അവരുടെ തിരുവെഴുത്തുകൾ, പഴയ നിയമ തിരുവെഴുത്തുകൾ വായിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ അഡോണായിനെ പ്രാർത്ഥിക്കുന്നത്, പൗലോസ് അപ്പസ്തോലൻ തന്നെ നേർച്ച തന്റെ കൂട്ടുകാരുടെയുള്ള നേർച്ച നിറവേറ്റുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പൊ പഴയ നിയമ തിരുവെഴുത്തുകൾ അദ്ദേഹം വായിക്കുന്നു, അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും ഇതിനെ പഴയ നിയമ ദൈവത്തെ കുറിച്ച് തന്നെയാണ് എന്ന കാര്യത്തിൽ അവിടെ യാതൊരു സംശയമില്ല. ഇത് മാത്രമല്ല, റോമാലേഖനം 4:3 പറയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധ ലിഖിതം പറയുന്ന എന്താണ്? അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ നീതിയായി പരിഗണിക്കപ്പെട്ടു. എന്താ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ ലിഖിതം. സാധനപുർ പോയോ? കണ്ടിന്യൂ വരാൻ ചെയ്തോ വെയിറ്റ് ബ്രദർ, അത് കാര്യമല്ല, നമുക്ക് സമയമുണ്ട്. അപ്പൊ ആൻസർ ഇതാണ്. അപ്പൊ പഴയ നിയമത്തിൽ എന്താ പറയാ, അപ്പസ്തോലന്മാര് പോയിട്ട് ജെറുസലേം ദേവാലയത്തിൽ പോയി സുന്ദര കവാടം ആ സമയത്ത് പതിവായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി പത്രോസ് യോഹന്നാനും പോയതായിട്ട് കാണുന്നുണ്ട്. പൗലോസ് നിരന്തരം സിനഗോഗുകളിൽ പോയിട്ടും അതുപോലെ ജെറുസലേം ദേവാലയത്തിൽ പോയിട്ട് നേർച്ച നടത്തുകയും, അതായത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവിക എൻറ്റിറ്റിയുടെ മുമ്പിൽ നേർച്ച നടത്തുകയും അവർക്ക് വേണ്ടി അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു. പൗലോസിന് തന്നെ തല മൊട്ടയടിച്ചു പഴയ നിയമത്തിൽ എൻറ്റിറ്റിയുടെ ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട്. യഹൂദ സെനഗോളിൽ പോയിട്ട് അവരെ തിരുവെഴുത്തുകൾ, അവിടെ അഡോനായിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ തുടർച്ചയായിട്ട് വായിച്ചതായിട്ടും പഴയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ തുടർച്ചയായിട്ട് കാണാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ലേഖനങ്ങളിൽ മൊത്തം ഇത്തരത്തിൽ കാണാവുന്നതാണ്. നമുക്ക് പഴയ നിയമത്തിലെയും അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കാര്യങ്ങളെ അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റോമ 4:3 പറയാം, യഥാർത്ഥ ദൈവം തന്നെ വേദോപദേശം 123 പറയുന്നു. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ വേദോപദേശം നമ്മുടെ വെർബും ഡൊമിനി ചാക്രിയ ലേഖനം 19 പറയുന്നുണ്ട്. അത് എന്താ പറയാ, പഴയ നിയമത്തിൽ പൂർണ്ണമായ വെളിപാടല്ല, അപൂർണമായ വെളിപാടുണ്ടെങ്കിലും അത് ദൈവിക സത്യമാണ് വെളിപ്പെടുത്തുന്നതെന്നും എല്ലാ തിരുവെഴുത്തുകളും, അതായത് വെർബൻ ഡൊമിനിയിൽ 19 പറഞ്ഞ എല്ലാ തിരുവെഴുത്തുകളെയും, പഴയ നിയമത്തിൽ അടക്കമുള്ള എല്ലാ തിരുവെഴുത്തെയും പ്രചോദിപ്പിച്ചത് ദൈവം തന്നെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സഭയുടെ വേദോപദേശം 65 പറയുന്നു, ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ പടിപടിയായിട്ടാണ് നമ്മുടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയെന്നുള്ളതും പുത്രരിലൂടെ പൂർണ്ണതയിലാണ് വെളിപ്പെടുത്തിയെന്നും വേദോപദേശം 53 പറയുന്നു ദൈവമാണ് പടിപടി, വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ദൈവം തന്നെയാണ് പടിപടിയായിട്ട് വെളിപ്പെടുത്തിയെന്നുള്ളതും. രണ്ടാം വത്തിക്കാൻ സുനോദോസ് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനായ 14 ഇതുപോലെ തന്നെ ദൈവം അബ്രഹാമായിട്ട്, പഴയ നിയമത്തിൽ അബ്രഹാമായിട്ട് കവനന്റ് വെച്ചു, മനുഷ്യരോട് സംസാരിച്ചു,
മോശയുമായിട്ട് കവനന്റ് വെച്ചു, മനുഷ്യരോട് സംസാരിച്ചു. അവസാന നാളുകളിൽ പുത്രരിലൂടെ ദൈവം പൂർണ്ണമായിട്ട് സംസാരിച്ച് വെളിപ്പെടുത്തി എന്നും പറയുന്നു. എഴുതപ്പെട്ടതാണ്, ഏതോ കള്ളന വ്യാജനൊന്നും എഴുതിയ അല്ലെങ്കിൽ വ്യാജന്റെ ഇൻസ്പിറേഷനിലൊന്നും എഴുതിയതല്ല, ദൈവനിവേശിതമാണ്. സീറോ മലബാർ സഭ വിശ്വസിക്കുന്നതെന്നാണ് സാജംബർ വിശ്വസിക്കുന്നത്. 73 പുസ്തകങ്ങളും ദൈവാത്മാവിനാൽ ബ്രീത്ത് ചെയ്യപ്പെട്ട് ദൈവാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണെന്നാണ് സാജംബർ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? പ്രവാചകന്മാരുടെ കള്ള എഴുത്തുകോൽ എന്ന് വളരെ കറക്റ്റ് ആയിട്ട് പഴയ നിയമ എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നടന്ന സംഭവങ്ങൾ അതേപടി എഴുതി വെച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ദൈവനിവേശിതം എന്ന സംഗതി വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവനിവേശിതം അല്ലാതെ എന്ന ജസിംബർ അതിന് വാക്കിനർത്ഥം നടന്ന സംഭവങ്ങൾ അതേപടി എഴുതി വെച്ചാന്ന് ഏത് ഡോക്യുമെന്റിലാ പറയുന്നത്? അങ്ങനെയാ മനസ്സിലാക്കണേന്ന്. ഞാൻ പറഞ്ഞത് എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ജസിംബ്രോ ചോദിച്ചത് ഞാൻ എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പറഞ്ഞത്. അതിന് ഡോക്യുമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ മറ്റേ ശങ്കരാടി ഇതിന്റെ അകത്ത് കൈ കാണിച്ചോ, ഇതാണ് ആ ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ മറ്റേ ശങ്കരാടി ഇതിന്റെ അകത്ത് കൈ കാണിച്ചോ, ഇതാണ് ആ ഡോക്യുമെന്റ്. അപ്പൊ പഴയ നിയമത്തിൽ കള്ള എന്റെ എഴുത്തുകൾ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് മാറിപ്പോലെ. അപ്പൊ വേദോപദേശം 121 പറയുന്നു പഴയ നിയമം യഥാർത്ഥ ദൈവവചനാണെന്നും അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അതിനെ വെനറേറ്റ് ചെയ്യണം, വണങ്ങണമെന്നും എന്ന് സഭ പഠിപ്പിക്കുന്നത് നുണയാണോ തെറ്റാണോ? ശരിയാണോ? നമ്മൾ എന്തുവാ പറയുന്നത്? നമ്മള് പിന്നെ ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകം നമ്മള് സമ്പൂർണ്ണ ബൈബിൾ എടുത്തിട്ട് എവിടെയാ വെക്കുന്നത്? രൂപത്തിന്റെ നേരെ താഴെയാ വെക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് വണങ്ങുമ്പോഴത്തേക്കിനും അത് ഈ പറയുന്ന ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകത്തെ കൂട്ടിയല്ലേ വണങ്ങുന്നേ? അപ്പൊ സഭ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? സാജൻ YHWH എന്ന എൻറ്റിറ്റി ട്രിനിറ്റി അല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തു അല്ല എന്ന് സാജൻ വിശ്വസിക്കുന്നുണ്ടോ? YHWH യേശുക്രിസ്തു ഒന്നാണ് എന്ന് എനിക്ക് സഭ പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ആദിമ സഭാപിതാക്കന്മാരിൽ ഒരുവനായിരുന്ന, സഭയുടെ പ്രത്യേകിച്ചും കാത്തലിക് ചേർന്ന സഭാപിതാക്കന്മാരിൽ ഒരാളായിരുന്ന അംബ്രോസ് ഓഫ് മിലാൻ ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് വാസ് നോട്ട് ദ ഫാദർ ഹൂ സ്പോക്ക് ടു മോസസ് ഇൻ ദ ബുഷ് ഓർ ഇൻ ദ ഡെസേർട്ട് ബട്ട് ദ സൺ. പുത്രനാണ് ആ ഇതിലൂടെ സംസാരിച്ചതെന്ന് അംബ്രോസ് ഓഫ് മിലാൻ പറഞ്ഞത് നുണയാണോ? അംബ്രോസ് ഓഫ് മിലാന്റെ കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. അംബ്രോസ് ഓഫ് മിലാന്റെ കാര്യം എനിക്കറിയത്തില്ല. അതേ കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ സഭാപിതാവിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. അതേ കൊണ്ട് എനിക്കറിയത്തില്ല. അറിയില്ല, സഭോദരൻ പഠിപ്പിച്ച എന്താണെന്ന് അറിയില്ല. അപ്പൊ CCC 211 പറയാണ്, ജീസസ് റിവീൽസ് ദാറ്റ് ഹി ഹിംസെൽഫ് ബിയേഴ്സ് ദ ഡിവൈൻ നെയിം. താൻ ആ അയാം എന്ന പേര് സ്വയം ഏറ്റെടുത്തു. അതാണ് എന്താ പറയുക, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ എട്ടാം അധ്യായം ഞാൻ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ CCC 211 അയാം ഹു അയാം എന്ന് പഴയ നിയമത്തിൽ അത് വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് താൻ എന്ന് യേശുക്രിസ്തു ഏറ്റെടുത്തതിനെ സാധനം നിഷേധിക്കുന്നുണ്ടോ? 211 CCC. അത് ജസിംബ്രോ വ്യാജമായിട്ട് പറയാണ്. കാരണം അതുതാനല്ലയോ ഇത് എന്ന് പറയുന്ന കൺസെപ്റ്റ് CL കത്തോലിക്ക ലോഞ്ചുകാർ പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിലൂടെ when he has lifted up the son of man from the river I am എന്നുള്ള വാക്ക് കൊണ്ടുകൊണ്ട് പറയാണ്, മുമ്പ് വെളിപ്പെടുത്തിയ അയാം എന്ന് പറഞ്ഞ അതേ നാമം യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്തു എന്ന് കത്തോലിക്ക സഭയുടെ വേദോപദേശം 211 പറയുന്നതിനെ സാധ്യത നിഷേധിക്കുന്നുണ്ടോ? അവിടെ ആ ദിവ്യനാമമാണെന്നുള്ളതും ആ ദൈവം ഏറ്റെടുത്താണെന്നും അത് പറയുന്ന തൊട്ടടുത്ത അതേ CCC 211 പറഞ്ഞ യേശുവും അതേ നാമം തന്നെ ഏറ്റെടുത്തു എന്നുള്ള സാധനം വായിക്കുന്നുണ്ട്. നാമം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി ആണ് യേശുക്രിസ്തു എന്ന് വരുന്നില്ല എന്നാണ് സഭ പഠിപ്പിക്കുന്ന നുണയാന്നാണ് പറയുന്നത്. അതേ ദിവ്യനാമം തന്നെ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ജസിംബ്രോ പറയുന്നത്. സഭ പഠിപ്പിക്കുന്ന കാര്യമാണ് ജസിംബ്രോ പറയുന്നത്. ഈ പറഞ്ഞ വായിച്ചിട്ട് സമയം കളയാണ്. ഇവിടെ ആ ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് വായിച്ച സാധനം മുഴുവൻ വായിച്ചില്ല. ഞാനാകുന്നു അഥവാ ഞാനാകുന്നു എന്ന ദിവ്യനാമം മലയാളികളല്ലേ ജസിംബ്രോ? മലയാളം വായിക്കാതെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ് താൻ യേശു സ്വയം വെളിപ്പെടുന്നത്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വയം ചെയ്യുന്നവർ യേശു സ്വയം വെളിപ്പെടുന്നത് താൻ തന്നെയാണ് ഈ ദൈവനാമധാരി എന്ന്. യേശു സ്വയം വെളിപ്പെടുത്തിയാണ് താൻ തന്നെയാണ് ഈ ദൈവനാമധാരി എന്ന് യേശു സ്വയം വെളിപ്പെടുത്തിയായിട്ട് 211 പറയുന്നു, അയാം ഞാനാകുന്നു എന്നുള്ളത്. അപ്പൊ അത് യേശു പറയുന്ന നുണയായിട്ടാണോ അത് സഭ പഠിപ്പിക്കുന്നത് തെറ്റായിട്ടാണോ പഠിപ്പിക്കുന്നത് സാധനം വിശ്വസിക്കുന്നത്? ഇനി സാധനോട് എന്റെ ചോദ്യം ഇതാണ്, ആദിമ സഭയിലെ സഭാപിതാക്കന്മാരിൽ ഒരാളെ ഏർലി ചർച്ച് ഫാദേഴ്സിലാണ് ഇഗ്നാത്തിയോസ് ഓഫ് അന്ത്യോക്ക്, ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്. അത് പ്രത്യേകിച്ചും അന്ത്യോക്യൻ സഭയുടെ മൂന്നാമത്തെ പത്രോസിന് ശേഷം മൂന്നാമത്തെ പാത്രികേസും ആദിമ സഭയുടെ ഏറ്റവും വീരശൂര പരാക്രമികളായ ഇഗ്നാത്തിയോസ് അന്ത്യോക്ക് പറയാണ്, the Lord Jesus rain upon Sodom and Gomorrah fire and brimstone from the Lord. അതായത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആണ് സോദോമിലും ഗൊമോറയിലും തീ ഇറക്കിയെന്ന് ഇഗ്നാഷ്യോസ് അന്ത്യോക്ക് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് സാധൻ വിശ്വസിക്കുന്നുണ്ടോ? ഇഗ്നാഷ്യോസ് അന്ത്യോക്ക്
സോതോമിലും ഗൊമോറയിലും തീ ഇറക്കിയത് യേശുക്രിസ്തു തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാജൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കത്തോലിക്കരുടെ ഡോക്യുമെന്റ് ആരെങ്കിലും എവിടെയെങ്കിലും എന്നെ അങ്ങനെ പഠിപ്പിച്ചു എന്ന് വിളിച്ചു കൂവുന്നതല്ല. കത്തോലിക്ക സഭയുടെ ഡോക്യുമെന്റ് ആണ്. സഭയുടെ വേദോപദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പഴയ നിയമം അസാധുവാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയോ അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ മാർസിയോനിസം എന്ന ഒരു എന്താ പറയാ പഴയ നിയമത്തിന് ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നവർ മാർസിയോനിസം എന്ന ഹെറസിയാണ് പഴയ സഭ നിയമം കൃത്യമായിട്ട് അസാധുവാന്ന് ഞാൻ പറഞ്ഞോ? പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ പഴയ എന്റെ നിയമം സഭയ്ക്ക് മാനസാന്തരം വന്നിട്ടുണ്ടല്ലോ, ഇഗ്നോഷ്യസ് നൂറോന അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് സാജം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാ ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ സഭയ്ക്ക് മാനസാന്തരം വന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നത്. കാരണം നമ്മുടെ സഭ ഇപ്പൊ ചോദിച്ച പഠിപ്പിക്കുന്നത് അങ്ങനെ ചോദ്യത്തിനാണ് ഉത്തരം അല്ലെന്നാണ് വേണ്ടേ. ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. മോഡറേറ്റർ അതാ ശ്രദ്ധിക്കണം. പറഞ്ഞ ഇത്ര ചോദിച്ച എനിക്ക് ഈ ചോദ്യത്തിനാണ് ഉത്തരവെന്നേ ഉള്ളത്. സാജൻ ചോദിച്ച ചോദ്യത്തിന് അതങ്ങനെ അതേ രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇതിനെ ഈ സഭാ പിതാവിന്റെ ആ ചരിത്ര രേഖ ഞാൻ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. കത്തോലിക്ക സഭയുടെ വേദോപദേശം 2666 യേശുവിന്റെ പേര് YHWH സേവ്സ് എന്ന് കത്തോലിക്ക സഭ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതിനെ സാജ അംഗീകരിക്കുന്നുണ്ട്. അതായത് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ വെളിപ്പെട്ട നാമമാണെന്ന് സഭ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ വെളിപ്പെട്ട നാമം അതായത് YHWH ആണ്. ആ YHWH തന്നെ നമ്മെ സേവ് ചെയ്യുന്നു എന്നാണ് കത്തോലിക്ക സഭയുടെ വേദോപദേശം 2666 പറഞ്ഞിരിക്കുന്ന സാജൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? 2666 ഒന്ന് എടുത്തോട്ടെ. സമയം പോവും. അങ്ങനെ അതാ ദൈവപുത്രൻ തന്റെ മനുഷ്യാവതാര വേളയിൽ സ്വീകരിച്ച യേശു എന്ന പേരിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ദൈവനാമം മനുഷ്യാധാരങ്ങൾക്ക് അവാജ്യമാണ്. എങ്കിലും മനുഷ്യ സ്വഭാവം സ്വീകരിക്കുക വഴി ദൈവവചനം അത് നമുക്ക് കൈമാറുന്നു. തന്മൂലം ആ പേര് നമുക്ക് വിളിച്ചപേക്ഷിക്കാം. യേശു ഇൻവേർട്ടർ കോമയിൽ പറയാണ് യാഹ്വേ രക്ഷിക്കുന്നു. യേശു എന്ന പേര് എല്ലാം ഉൾക്കൊള്ളുന്നു. അപ്പൊ യേശു എന്ന പേര് യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ് CCC 2666 പറയുന്നത്. അവിടെ ഇംഗ്ലീഷിൽ ഇത് ജീസസ് YHWH സേവ്സ് എന്ന് തന്നെയാണ് 2666 പറയുന്നത്. അത് സാജ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറയാം. എനിക്ക് 266 യഹൂദനെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നു. അവരെ യാഹ്വേ രക്ഷിക്കുന്നു എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഉള്ളത്. അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയാണ് യാഹ്വേ രക്ഷിക്കുന്നു യഹൂദരെ എന്ന സംബന്ധിച്ച് പേര് അങ്ങനെ വന്നത്. എഴുതിയിട്ടില്ലല്ലോ അവിടെ. അവിടെ അല്ല 2666 യേശു എന്നിട്ട് യാഹ്വേ നമുക്ക് എന്നുള്ള പേര് വിളിച്ചപേക്ഷിക്കാം. അപ്പൊ യഹൂദർക്ക് വിളിച്ചപേക്ഷിക്കാന്നല്ലല്ലോ യാഹ്വേ പറഞ്ഞേക്കണേ. നമുക്ക് നമുക്ക് യാഹ്വേ രക്ഷിക്കുന്നു എന്ന് വിളിച്ചപേക്ഷിക്കാന്നല്ല പറഞ്ഞ എഴുതിയേക്കണേ. ആയിക്കോട്ടെ. ഈ CCCക്ക് അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യഹൂദർ യാഹ്വേ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന നമ്മൾ കാര്യം യേശു എന്ന പേര് വിളിക്കാറുണ്ടോ? നമ്മൾ യേശു എന്ന അതിന്റെ പേര് ഈ വിളിക്കാറുണ്ടോ? അല്ല മറുപടി പറയട്ടെ. മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് പറ. യേശു എന്നുള്ള പേരൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിനകത്തെ സംഭവം നമ്മൾ യാഹ്വേ രക്ഷിക്കുന്നു പറയാറില്ല. അതേസമയം തന്നെ സഭയുടെ വേദോപദേശം 2666 പറയുന്നു യേശു എന്ന പേര് യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ്. ആ പേര് നമുക്ക് വിളിച്ചപേക്ഷിക്കാം, കത്തോലിക്കർക്ക് വിളിച്ചപേക്ഷിക്കാന്ന് പറയുന്നു. അപ്പൊ എപ്പോഴൊക്കെ ഒരു കത്തോലിക്കൻ യേശു എന്ന പേര് പറയുമ്പോൾ അപ്പോഴൊക്കെ കത്തോലിക്കൻ വിളിച്ചവന് യാഹ്വേ രക്ഷിക്കുന്നു, പഴയ നിയമത്തിലെ വെളിപ്പെട്ട പേര് നമ്മളെ രക്ഷിക്കുന്നു, ആ എൻറ്റിറ്റി നമ്മളെ രക്ഷിക്കുന്നു എന്ന് തന്നെയാണ് കത്തോലിക്കൻ കൊണ്ടുനടക്കുന്നത്. സാജ അംഗീകരിക്കുന്നുണ്ടോ? അവിടെ എഴുതി വെച്ചത് വായിക്കാതെ തോന്നിയോണം വായിക്കുന്ന സഭയ്ക്ക് പുറത്തുള്ളവരാണ് എന്ന് മാത്രമല്ല. അപ്പൊ YHWH എന്ന എൻറ്റിറ്റിനെ സാജൻ ഇതുവരെ ക്ലാസ് എടുക്കുമ്പോഴും സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളായിട്ടാണ്, സഭയുടെ പ്രബോധനം നോക്കാതെയാണ് സാജൻ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സാജൻ ഇവിടെ സ്വയം കൺഫസ് ചെയ്തു. ആ ധീരത ചാൾസ് ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന യഹൂദന്റെ ദൈവത്തെയാണോ എടുക്കുന്നത് അതോ പിന്നെ ഈ പറയുന്ന മുസ്ലിമിന്റെ ദൈവത്തെയാണ് എടുക്കുന്നത്? ഇത് രണ്ടും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. സാജൻ ഇവിടെ സ്ട്രോമാൻ ഉണ്ടാക്കിയിരുന്നു. CCC 841 അള്ളാഹു എന്ന ദൈവത്തെ മുസ്ലിങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ സാജൻ സ്ട്രോമാൻ വെച്ചേ. ഇപ്പോൾ നമ്മളൊരു ഡിബേറ്റിൽ വരുമ്പോൾ നമുക്ക് ഇന്റഗ്രിറ്റി ഉണ്ടാവേണ്ട വളരെ അത്യാവശ്യമാണ്. അത്തരം കാര്യം CCC 841 പറയാതിരിക്കെ തെറ്റായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും സാജൻ ഒരു കത്തോലിക്ക വിരുദ്ധനാണെന്ന മട്ടിൽ ഇവിടെ പറയുകയാണ് ഞാൻ പ്രസ്താവിക്കുക. കാരണം അങ്ങനെ ഒന്നും CCC 841 പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പഴയ നിയമത്തെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ, ഒരികൂടെ പറയുന്നു, ആരെങ്കിലും പഴയ നിയമത്തെ തള്ളിക്കളഞ്ഞാൽ അത് മാർസിയോനിസം എന്ന ഹെരസിയാണ് കത്തോലിക്ക സഭയുടെ വേദോപദേശം 123 പറയുന്നു. സഭ പാഷണ്ഡിത്തരം എന്ന ആദ്യഘട്ടത്തിലെ പറഞ്ഞ തള്ളിക്കളഞ്ഞ മാർസിയോനിസം എന്ന ഹെരസിയാണ് പഴയ നിയമത്തിലെ വെളിപാടുകളെയും പഴയ നിയമത്തെ ദൈവത്തെയും തള്ളിക്കളയുന്നതിൽ നിന്നും സഭ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ഡിബേറ്റ് കത്തോലിക്കരുടെ ദൈവം ആരാണെന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു സംശയം വേണ്ട, പിതാവും പുത്രനും പരിശുദ്ധാത്മ ദൈവത്തിന്റെ വെളിപ്പെട്ട പേരാണ് ട്രിനിറ്റി എന്നത്. ഈ YHWH എന്നുള്ളത് അഥവാ യാഹ്വേ എന്നുള്ളത് ദൈവം ഒരിക്കലായിട്ട് വെളിപ്പെടുത്തിയ പാദം പിതാവ് ട്രിനിറ്റിയുടെ വെളിപ്പെടുത്തപ്പെട്ട നിയമമാണ്. ഈ ട്രിനിറ്റി എന്ന പദം പോലും സഭയിൽ വന്നത്
സഭ രൂപപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം സഭയുടെ പ്രബോധന അധികാരത്തിൽ നിന്ന് വേർതിരിച്ച ആ വാക്ക് നമ്മൾ ട്രിനിറ്റി അഥവാ ട്രൈയൂണിയൻ എന്ന വാക്ക് പോലും ബൈബിളിൽ കാണില്ല, സഭയുടെ ഏർലി സെഞ്ചുറി കാണില്ല. സഭ തന്നെ നമുക്ക് വേർതിരിച്ച് അധികാരത്തിൽ നിന്ന് വെളിപ്പെടുത്തി തന്നാണ്. അപ്പൊ ദൈവത്തിന് വെളിപ്പെടുത്ത നാമാന്നും യഥേ സഭ നമ്മൾ പറഞ്ഞിരിക്കുന്നു. CCCയിൽ 205, 206, 207 കൃത്യം പറയുന്നു. സഭയുടെ വെളിപ്പെടുത്തപ്പെട്ട പേര് തന്നെയാണ് YHWH അഥവാ യാഹ്വേ അഥവാ ഹിയാഹ് അഥവാ യാഹ്. അപ്പൊ ആ യാഹിനെ പിശാചാണ്, കുട്ടിദൈവമാണ്, സാത്താനാണ്, അല്ലെങ്കിൽ ആ ദൈവത്തെ കൊണ്ടു കിടക്കണ്ട, അത് വേണ്ടാന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് പ്രസംഗിച്ചാൽ അവൻ സ്വയമേ, ആ പറയുന്ന വ്യക്തി സ്വയമേ കത്തോലിക്ക സഭയ്ക്ക് പുറത്താ. അവൻ സ്വയമേ, ആ പറയുന്ന വ്യക്തി സ്വയമേ കത്തോലിക്ക സഭയ്ക്ക് പുറത്താ. അതുകൊണ്ട് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞിരിക്കുന്നത് ധാരാളം കത്തോലിക്ക സഭയ്ക്ക് കത്തോലിക്കരല്ലാത്തവർ കത്തോലിക്ക സഭയ്ക്ക് അകത്തുണ്ട്. കാരണം സഭയുടെ പ്രബോധനത്തിൽ മാറി നിൽക്കുന്നവർ കത്തോലിക്ക സഭത്താണെങ്കിൽ അകത്താണ്, ടെക്നിക്കലി അവർ അകത്താന്ന് പറയാൻ അവർ സ്വയമേ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഈ എൻറ്റിറ്റീനെ റിജക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ അവർ കത്തോലിക്കരല്ല, കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ആളുകൾ പഠിപ്പിക്കണമെങ്കിൽ അവരെ കത്തോലിക്കരായിട്ട് പരിഗണിക്കും. POC ബൈബിൾ നോക്കുമ്പോഴും യഹോവ എന്നോ യാഹ്വ എന്നൊരു വാക്കുകൂടെ കാണുന്നില്ല. എല്ലാം കർത്താവ് എന്നാണ് പറയുന്നത്. അതേസമയം ബൈബിൾ പറയുന്നു ദൈവത്തിന് വെളിപ്പെടുത്തപ്പെട്ട പേര് യഹോവയാണെന്ന്. എന്തുകൊണ്ടാണ് ഈ പേര് ഉപയോഗിക്കാത്തത്? അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ വാക്ക് ബൈബിളിൽ കാണുന്നില്ല? POC ബൈബിളിൽ വിവർത്തനം ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് കുറേയേറെ ചർച്ച ചെയ്തതാണ് എന്തു വേണം, നമ്മൾ ഈ പേര് ഉപയോഗിക്കണമോ അതോ കർത്താവ് എന്ന് ഉപയോഗിക്കണമോ. ദൈവത്തോടുള്ള വലിയ ആദരവ് മൂലം പേര് ഒരിക്കലും ഉച്ചരിക്കാറില്ല. ആ പേര് 4 അക്ഷരങ്ങളാണ്. യ ഹ വ ഹ 4 അക്ഷരങ്ങൾ. അത് കാണുമ്പോൾ അവർ ആദോനായി എന്നാണ് പറയുക, എൻ്റെ കർത്താവ്. ആരാണ് എനിക്ക് ദൈവം? യാഹ്വേൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് പ്രപഞ്ച സൃഷ്ടി മുതൽ 2ാമത്തെ വരവ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കാണുന്ന മുഴുവനും ദൈവത്തിൻ്റെ തന്നെ സ്വയം വെളിപ്പെടുത്തലാണ്, നിർവചനമല്ല. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേര് കൂടി മനസ്സിലുണ്ട് എന്ന് ഓർക്കുക. പക്ഷേ അത് നമ്മൾ ഉച്ചരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, ദൈവത്തോടുള്ള വലിയ ആദരവും ഭക്തിയും.